കോർപ്പറേറ്റുകളെയും വൻകിടക്കാരെയും മാത്രം ലക്ഷ്യം വെച്ചുള്ള ബജറ്റിനെതിരെ പാർലമെന്റിൽ പ്രതിഷേധിക്കാൻ പ്രതിപക്ഷം. ഇന്ത്യ നേരിടുന്ന യഥാർത്ഥ പ്രതിസന്ധികളെ കാണാതെയുള്ള ബജറ്റാണിതെന്നും രാജ്യത്തെ യുവാക്കൾ തൊഴിലില്ലാതെ വലയുകയാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ബജറ്റിനെതിരെ പ്രതിപക്ഷം വിമർശിച്ചതോടെ ബജറ്റിനെ പിന്തുണച്ച് BJP നേതൃത്വം രംഗത്തെത്തി. വികസിത ഭാരതത്തിലേക്കുള്ള നിർണായക നീക്കമാണ് ബജറ്റെന്ന് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുമ്പോൾ ദിശാബോധമില്ലാത്ത ബജറ്റാണ് ഇന്നലെ രാജ്യം കണ്ടതെന്നാണ് പ്രതിപക്ഷ വിമർശനം. ഇന്ന് സഭാ നടപടികൾ ആരംഭിക്കുമ്പോൾ ബജറ്റ് ഉയർത്തി പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. കൂടാതെ കേരളം ഉൾപ്പെടെ ബജറ്റിൽ അവഗണന നേരിട്ട പ്രതിപക്ഷ സംസ്ഥാനങ്ങളും പ്രതിഷേധിക്കും. ഇന്നലെ ബജറ്റ് അവതരണ വേളയിൽ തന്നെ കേരളത്തിൽ നിന്നുള്ള MP-മാർ പ്രതിഷേധിച്ചിരുന്നു. ഇൻഫ്രാസ്ട്രക്ചർ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിലൂടെ തൊഴിലവസരങ്ങളും സ്വകാര്യ നിക്ഷേപവും വർദ്ധിക്കുമെന്നാണ് ബജറ്റിനെ ന്യായീകരിച്ച് BJPയുടെ പ്രതികരണം. കേരളത്തിന്റെ ധാതുസമ്പത്ത് കൈക്കലാക്കാനുള്ള കേന്ദ്രത്തിന്റെ നീക്കം അത്യന്തം അപകടകരമാണെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചിരുന്നു. കേന്ദ്ര ബജറ്റിലെ പ്രഖ്യാപനം സ്വകാര്യ കുത്തകകൾക്ക് ഖനനത്തിന് വഴിയൊരുക്കുന്ന നയമാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതിവേഗ റെയിൽ ഇടനാഴിയുടെ ഗുണം ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മലയാളികൾ മറ്റു സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ അവർക്ക് അതിവേഗ റെയിൽ ഇടനാഴിയുടെ ഗുണം ലഭിക്കില്ലേ എന്നുമാണ് മന്ത്രി ചോദിച്ചത്. കേരളത്തിലെ റെയിൽവേ വികസനത്തിന് സംസ്ഥാന സർക്കാരിന്റെ സഹകരണം അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ന് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കും. ബജറ്റ് അവതരിപ്പിച്ചതിന് പിന്നാലെ ഓഹരി വിപണിയിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ഇടപാടുകൾക്കുള്ള നികുതി വർദ്ധിപ്പിച്ചതാണ് വിപണിയെ ബാധിച്ചത്. ബജറ്റ് പ്രഖ്യാപനത്തിനിടെ വിപണിയിൽ 2000-ലേറെ പോയിന്റ് ഇടിവ് നേരിട്ടെങ്കിലും പിന്നീട് നഷ്ടം 1000-ൽ താഴെയെത്തി. മീഡിയ 1, ഡൽഹി.